ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. بسم الله الرحمن الرحيم. يا أيها الذين آمنوا إذا قمتم إلى الصلاة فاغسلوا وجوهكم وأيديكم إلى المرافق وامسحوا برؤوسكم وأرجلكم إلى الكعبين. സഹോദരനീയരായ സത്യവിശ്വാസികളെ, സർവ്വലോക രക്ഷിതാവായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് സ്വന്തത്തോടെന്ന പോലെ നിങ്ങളെ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു ഇഷ്ടപ്പെടും വിധത്തിൽ ജീവിതം ക്രമീകരിക്കുന്ന യഥാർത്ഥ മുഅ്മിനുകളിൽ, മുത്തഖികളിൽ നാഥൻ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമസ്കാരത്തിൻ്റെ ഷർത്തുകളെക്കുറിച്ചാണ്, നിബന്ധനകളെക്കുറിച്ചാണ് കഴിഞ്ഞ ഖുതുബയിൽ നാം സൂചിപ്പിച്ചത്. നമസ്കാരത്തിന് 9 ഷർത്തുകളാണ് ഉള്ളത് എന്ന് നാം പറയുകയും പണ്ഡിതന്മാർ അതിനെ 2ആയി വിഭജിക്കുന്നതും നാം ഖുതുബയിൽ സൂചിപ്പിച്ചതാണ്. അതിൽ ഒന്ന് നമസ്കാരം നിർബന്ധമാകാനുള്ള ഷർത്തുകളും, രണ്ടാമത്തേത് നമ്മുടെ നമസ്കാരം സ്വീകാര്യയോഗ്യമാകാനുള്ള ഷർത്തുകളുമാണ് എന്ന് നാം വിശദീകരിച്ചതാണ്. അതിലെ 6 ഷർത്തുകളെ സംബന്ധിച്ച് നാം കഴിഞ്ഞ ഖുതുബയിൽ പറയുകയും മനസ്സിലാക്കുകയും ചെയ്തതാണ്. അതിൽ 7ാമത്തെ ഷർത്ത് ത്വഹാറത്തു മിനൽ ഹദസൈൻ, 2 അശുദ്ധികളിൽ നിന്ന് ശുദ്ധിയാവുക എന്നതാണ് 7ാമത്തെ ഷർത്തായിക്കൊണ്ട് പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നത്. നാം മദ്രസയിൽ പഠിക്കുന്ന കാലം മുതൽ തന്നെ കേട്ടും പഠിച്ചും മനസ്സിലാക്കിയും പരിചിതമായ കാര്യമാണ് വലിയ അശുദ്ധിയിൽ നിന്നും ചെറിയ അശുദ്ധിയിൽ നിന്നും ശുദ്ധിയായെങ്കിൽ മാത്രമേ നമസ്കാരം സ്വീകാര്യയോഗ്യമാവുകയുള്ളൂ എന്ന്. ഒരാൾ ജനാപത്തുകാരനായാൽ അയാൾ നമസ്കരിക്കണം എങ്കിൽ, അയാളുടെ നമസ്കാരം സ്വീകാര്യയോഗ്യമാകണം എങ്കിൽ അയാൾ ആ അശുദ്ധിയിൽ നിന്ന്, വലിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാകേണ്ടതുണ്ട്. വലിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാകാൻ ഇസ്ലാം കൽപ്പിക്കുന്നത് നിങ്ങൾ കുളിക്കണം എന്നാണ്. അതിൻ്റെ കൃത്യമായ രൂപവും എല്ലാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയിൽ നമുക്ക് കാണാൻ കഴിയും. വിശദമായി നാം പഠിക്കേണ്ടുന്നതാണ്. എന്നാൽ വിശുദ്ധ ഖുർആൻ പറഞ്ഞത് വ ഇൻ കുൻതും ജുനുബൻ ഫത്വഹറു, നിങ്ങൾ ജനാപത്തുകാരാണ് എങ്കിൽ നിങ്ങൾ ശുദ്ധിയാകണം എന്നാണ്. ശുദ്ധിയായതിന് ശേഷം മാത്രമേ നിങ്ങൾ നമസ്കരിക്കാൻ പാടുള്ളൂ. ആ നമസ്കാരമേ റബ്ബ് സ്വീകരിക്കുകയുള്ളൂ. അത് നമസ്കാരത്തിൻ്റെ ഷർത്തുകളിൽ 7ാമത്തേതാണ്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ ആർത്തവകാരികളോ ആർത്തവരക്തമോ അല്ലെങ്കിൽ പ്രസവ രക്തമോ മൂലം അശുദ്ധരായ ആളുകളാണ് എങ്കിൽ അവരും അതിൽ നിന്ന് ശുദ്ധിയായി കുളിച്ചതിന് ശേഷം മാത്രമേ നമസ്കരിക്കാൻ പാടുള്ളൂ. എപ്പോഴാണ് അവർ അതിൽ നിന്ന് ശുദ്ധിയായി കുളിയിലേക്ക് പോകേണ്ടുന്നത്? എപ്പോഴാണോ ഈ രണ്ടും നിലക്കുന്നത് ആ സമയത്ത് തന്നെ കുളിക്കേണ്ടതാണ്. നമ്മുടെ നാട്ടിലെ ചില നാട്ടുനടപ്പുകളുണ്ട്. പലപ്പോഴും ചില ദിവസങ്ങൾ ഇങ്ങനെ എണ്ണി കണക്കാക്കി ആ ദിവസത്തിൽ മാത്രമേ ശുദ്ധിയാവുകയുള്ളൂ എന്ന് ധരിച്ച് 40, 60, 90 കണക്കുകൾ പറഞ്ഞ് ആ ദിവസങ്ങളിൽ മാത്രം കുളിക്കുകയും നമസ്കരിക്കുകയും ചെയ്യുന്ന ഒരു രീതി പലരിലും കണ്ടുവരാറുണ്ട്. എന്നാൽ
എപ്പോഴാണോ ആർത്തവരക്തം നിലക്കുന്നത്, പ്രസവരക്തം അവസാനിക്കുന്നത്, അന്നു മുതൽ ആ സ്ത്രീ ശുദ്ധയായി പടച്ചിറപ്പ് പരിഗണിക്കുകയും അവൾക്ക് നമസ്കാരം നിർബന്ധമാവുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മളവിടെ നഷ്ടപ്പെടുത്തി കളയുന്നത് അലസമായി കൊണ്ടോ അല്ലെങ്കിൽ അശ്രദ്ധ കൊണ്ടോ നാട്ടുനടപ്പിൻ്റെ പേരിലോ ഒക്കെ നമ്മുടെ മേൽ നിർബന്ധമായ നമസ്കാരമാണ് നമ്മൾ നഷ്ടപ്പെടുത്തി കളയുകയും അതുവഴി അള്ളാഹുവിൻ്റെ ശിക്ഷക്ക് വിധേയരാവുകയും ചെയ്യുന്നത് എന്ന് സഹോദരിമാർ കൃത്യമായി തിരിച്ചറിയണം. പണ്ഡിതന്മാർ ആ കാര്യത്തിൽ കാണിച്ചിട്ടുള്ള കണിശതയും സൂക്ഷ്മതയും പറയുന്നത്, ഒരു സ്ത്രീ അസർ നമസ്കാരത്തിൻ്റെ തൊട്ടു മുൻപാണ് ശുദ്ധയാകുന്നത് എങ്കിൽ അവൾ വേഗം കുളിച്ച് വൃത്തിയായി ലുഹർ നമസ്കരിച്ചതിന് ശേഷം വേണം അവൾ നമസ്കാരത്തിലേക്ക് പോകാനെന്നാണ്. അതേസമയം രാത്രി അർദ്ധരാത്രിയിലാണ് ശുദ്ധയാകുന്നത് എങ്കിൽ അവൾ കുളിച്ച് ശുദ്ധിയായി ഇശാ നമസ്കരിച്ചതിന് ശേഷം വേണം കിടന്നുറങ്ങാൻ. ചിലർ ഇങ്ങനെ കൂടി സൂചിപ്പിച്ചു, സുബഹിക്ക് തൊട്ടു മുൻപാണ് ഒരു സ്ത്രീ ഈ രൂപത്തിൽ ശുദ്ധിയാകുന്നത് എങ്കിൽ അവൾ വൃത്തിയായി ഇശാ നമസ്കരിച്ചതിന് ശേഷം വേണം സുബഹ് നമസ്കാരത്തിലേക്ക് അവൾ പ്രവേശിക്കാൻ എന്നുവരെ കൃത്യമായി ഈ കാര്യത്തിൽ കണിശമായി കാര്യങ്ങൾ പറഞ്ഞു വെച്ച പണ്ഡിത അഭിപ്രായങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അതൊക്കെ ഇരിക്കെയാണ് നമ്മൾ വളരെ ലാഘവത്തോടുകൂടി യാതൊരു വിലയും കൽപ്പിക്കാതെ ഇതിനെ സമീപിക്കുന്നത് എന്ന് നമ്മൾ ഓർക്കണം. അതുകൊണ്ട് അതിൻ്റെ ഗൗരവം മനസ്സിലാക്കി അള്ളാഹു എപ്പോഴാണോ അത് ശുദ്ധിയാകുന്നത്, ഓരോ സ്ത്രീക്കും അതറിയാം, അവർക്കത് ബോധ്യമാകുന്ന കാര്യമാണ്. ആ സമയത്ത് വൃത്തിയാവുകയും നമസ്കാരത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്യേണ്ടതാണ്. അതവരുടെ ബാധ്യതയാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ ചെറിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാകുന്നതിന് ഇസ്ലാം കൽപ്പിച്ചിരിക്കുന്നത് വുളു ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് സുപരിചിതമായ കാര്യമാണ് വുളു ചെയ്യുക എന്നുള്ളത്. നമ്മുടെ 5 നേരത്തെ നിർബന്ധ നമസ്കാരങ്ങളിൽ നാം നിർബന്ധമായും ചെയ്തു വരുന്ന ഒരു ഇബാദത്താണ് വുളു എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് നമുക്ക് കൃത്യമായ ധാരണയുണ്ട്. അതിൻ്റെ രൂപവും ഭാവവും ഭാവവും എങ്ങനെയാണ് എന്ന് നമുക്കറിയാം. ഇപ്പോൾ ഈ പള്ളിയിലേക്ക് കടന്നു വരുന്നതിന് മുൻപും നാം വുളു ചെയ്തിട്ടാണ് കടന്നു വന്നത്. അതുകൊണ്ട് നമുക്ക് കൃത്യമായ ഒരു ധാരണയുണ്ട്. വുളുഇന് ഞാൻ നൽകുന്ന പരിഗണനയും അതിന് ഞാൻ നൽകുന്ന വിലയും മഹത്വവും എത്രയാണ് എന്ന് നമുക്കറിയാം. നമ്മൾ വുളു ചെയ്ത് പള്ളിയിലേക്ക് കയറി വന്നവരാണല്ലോ. ഇന്ന് ചെയ്ത വുളുഇന് ഞാൻ കൊടുത്ത പരിഗണനയും വിലയും സ്ഥാനവും എത്രയാണ് എന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാം. പലപ്പോഴും നമസ്കാരത്തിന് മുന്നോടിയായുള്ള ഒരു കർമ്മം എന്ന നിലക്ക് തിരക്കിട്ടോ അല്ലെങ്കിൽ അലസമായോ അശ്രദ്ധമായോ ഒക്കെയാണ് നമ്മൾ വുളുഇനെ സമീപിക്കാറുള്ളത്. എന്നാൽ വുളുഇൻ്റെ സ്ഥാനവും ഇസ്ലാം വുളുഇന് കൽപ്പിച്ചു നൽകുന്ന അതിൻ്റെ സ്ഥാനവും അതിൻ്റെ മഹത്വവും അത് നമ്മുടെ ജീവിതത്തിൽ നൽകി തരുന്ന പ്രതിഫലത്തെക്കുറിച്ച് നമ്മൾ അറിഞ്ഞാൽ നമ്മുടെ സമീപനം മാറും, തീർച്ചയായും മാറും. ഇത് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാകും. പക്ഷേ മനുഷ്യൻ എന്ന നിലക്ക് നമ്മുടെ പ്രത്യേകത നമ്മളിത് മറന്നുപോകും. അതുകൊണ്ട് അടിക്കടി ഇതിനെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലുകൾ ആവശ്യമാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ലാ തുഖ്ബലു സ്വലാത്തു മൻ അഹ്ദസ ഹത്താ യതവല്ല. ഒരുത്തന്റെ നമസ്കാരം അല്ലാഹു സ്വീകരിക്കുകയില്ല അവൻ അശുദ്ധി പ്രാപിച്ചിട്ടുണ്ട് എങ്കിൽ, ചെറിയ അശുദ്ധി അവന് ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അവന്റെ നമസ്കാരം അല്ലാഹു സ്വീകരിക്കുകയില്ല. ഹത്താ യതവല്ല, അവൻ വുളു ചെയ്യുന്നതുവരെ, വുളു ചെയ്ത് ആ ചെറിയ അശുദ്ധിയിൽ നിന്നും അവൻ മുക്തനാകുന്നതുവരെ അള്ളാഹു അവൻ്റെ നമസ്കാരം സ്വീകരിക്കുകയില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, വുളു എന്ന് പറയുന്നത് നമസ്കാരം സ്വീകരിക്കാൻ നിർബന്ധമായ കർമ്മമാണ്. വിശുദ്ധ ഖുർആൻ 5-ാം അധ്യായം സൂറത്തുൽ മാഇദയിലെ 6-ാമത്തെ വചനം ആരംഭത്തിൽ ഓതി വെച്ചത്, യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ, ഇദാ ഖുംതും ഇലസ്സല, നിങ്ങൾ നമസ്കരിക്കാൻ ഉദ്ദേശിച്ച് നിൽക്കുകയാണ് എങ്കിൽ, നിങ്ങൾ നമസ്കാരത്തിലേക്ക് ചെല്ലുകയാണ് എങ്കിൽ, ഫഅസിലു വുജൂഹക്കും, നിങ്ങൾ നിങ്ങളുടെ മുഖം കഴുകണം, വ ഐദിയക്കും ഇലൽ മറാഫിഖ്, നിങ്ങളുടെ കൈകൾ മുട്ടുവരെയും കഴുകണം, വംസഹു ബിറൂസിക്കും, നിങ്ങളുടെ തല തടവണം, വ അർജുലക്കും ഇലൽ കഅബൈൻ, കാല് നെരിയാണി വരെയും കഴുകണം. ഇത് വിശുദ്ധ ഖുർആനിൻ്റെ കൽപ്പനയാണ്. അപ്പോൾ ഉറപ്പായും നമുക്കൊരു കാര്യം ബോധ്യമായി, നമസ്കാരം ഉദ്ദേശിക്കുന്ന ആൾക്ക് വുളു ചെയ്യുക എന്ന് പറയുന്നത് നിർബന്ധമാണ്. ആ നിർബന്ധമായ ഇബാദത്തിനെ
നമ്മളും ഓരോ ദിവസവും അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്ത് സമീപനമാണ് നമുക്ക് ആ വുളൂഇനോട് ഉള്ളത്? ഇതുവരെയുമുള്ള നമ്മുടെ സമീപനങ്ങളെ മനസ്സിൽ കൊണ്ടുവന്നിട്ട് വേണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിൻ്റെ മഹത്വത്തെക്കുറിച്ച്, അതിൻ്റെ പ്രതിഫലത്തെക്കുറിച്ച് പറഞ്ഞ ഈ ഹദീസ് നമ്മളൊന്ന് കേൾക്കാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി കാണാം, ഇദാ തവല്ല അൽ അബ്ദുൽ മുഅ്മിൻ ഫമളമല ഖറജത്തിൽ ഖതായ മിൻ ഫീഹി. ഒരു വിശ്വാസി നമസ്കാരത്തിന് വേണ്ടി വുളൂ ചെയ്യുന്നതിന് വേണ്ടി വന്ന് അവൻ ഫമളുമല, അവൻ വായിൽ വെള്ളം കയറ്റി കൊപ്പിളിച്ചാൽ ഖറജത്തിൽ ഖത്വായ മിൻ ഫീഹി, അവൻ്റെ വായിലൂടെ അല്ലെങ്കിൽ അവൻ്റെ വായിൽ നിന്ന് തെറ്റുകൾ പുറത്തേക്ക് പോകും എന്നാണ്. ഫൈദസ്തൻസറ ഖറജത്തിൽ ഖത്വായ മിൻ അൻഫിഹി, ഇനി അവൻ മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുകയാണ് എങ്കിൽ ആ നാസാരന്ധ്രങ്ങളിലൂടെ അവൻ്റെ തെറ്റുകൾ, അവൻ്റെ പാപങ്ങൾ പുറത്തേക്ക് പോകും എന്നും. ഫൈദാ ഗസല വജ്ഹഹു, അവൻ മുഖം കഴുകുകയാണ് എങ്കിൽ ഖറജത്തിൽ ഖത്വായ മിൻ വജ്ഹിഹി, അവൻ്റെ മുഖത്ത് നിന്ന് അവൻ്റെ പാപങ്ങൾ നീങ്ങിപ്പോകും, അത് കഴുകിക്കളയപ്പെടും. ഫൈദാ ഗസല യദഹു യദൈഹി ഖറജത്തിൽ ഖത്വായ മിൻ യദൈഹി ഹത്താ തഖ്റുജു മിൻ തഹ്തി അൽഫാരിഹി, ഇനി അവൻ്റെ കൈ കഴുകുന്ന സമയം അവൻ്റെ കയ്യിലുള്ള പാപങ്ങൾ അള്ളാഹു കഴുകിക്കളയപ്പെടും. ഏതുവരെ? ഹത്താ തഖ്റുജു മിൻ തഹ്തി അൽഫാരിഹി, അവൻ്റെ നഖങ്ങൾക്കിടയിലൂടെ, നഖങ്ങൾക്ക് താഴ്ഭാഗത്തോടുകൂടെ അവൻ്റെ പാപങ്ങൾ അള്ളാഹു ഇങ്ങനെ പുറത്തേക്ക് ഒഴുക്കിക്കളയും എന്നാണ്. ഫഇദാ മസഹ റഅസഹു, ഇനി അവൻ്റെ തല തടവിയാൽ ഖറജത്തിൽ ഖത്വായ മിൻ റഅസിഹി, അവൻ്റെ തലയിലെ പാപങ്ങളെല്ലാം അള്ളാഹു നീക്കിക്കളയും. ഫൈദാ ഗസല റിജ്ലൈഹി, അവൻ്റെ കാലുകൾ കഴുകിക്കഴിഞ്ഞാൽ ഖറജത്തിൽ ഖത്വായ മിൻ റിജ്ലൈഹി ഹത്താ തഖ്റുജു മിൻ അൽഫാരി റിജ്ലൈഹി, അവൻ്റെ കാലിലെ പാപങ്ങൾ അള്ളാഹു കഴുകിക്കളയും. അവൻ്റെ കാൽ നഖങ്ങളിലൂടെ അവൻ്റെ പാപങ്ങൾ പുറത്തേക്ക് പോകും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കൂ നിങ്ങൾ, ഞാനും നിങ്ങളും അല്പസമയം മുൻപ് നമ്മുടെ ഹൗലിൽ നിന്ന്, പൈപ്പിൽ നിന്ന് വെള്ളം ഉപയോഗിച്ച് ചെയ്തു വന്ന ഒരു കർമ്മത്തിനെ കുറിച്ചാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. എത്ര മഹത്തരമായ കർമ്മമാണ്! നമ്മളെന്നാൽ അതിനോട് എന്ത് സമീപനമാണ് സ്വീകരിച്ചത്? നോക്കൂ നിങ്ങൾ, നമ്മൾ വുളൂ ചെയ്യുന്ന സമയത്ത്, കൈ കഴുകുന്ന സമയത്ത് എൻ്റെയും നിങ്ങളുടെയും മനസ്സിലെ തേട്ടം, അല്ലെങ്കിൽ എൻ്റെയും നിങ്ങളുടെയും മനസ്സിൽ ഇങ്ങനെ ഈ ഹദീസിൻ്റെ വചനങ്ങൾ ഇങ്ങനെ വന്നിരുന്നെങ്കിലോ, ഞാൻ കൈ കഴുകുന്ന സമയത്ത് എൻ്റെ കയ്യിലെ പാപങ്ങൾ അള്ളാഹു കഴുകിക്കളയുകയാണ്. അതിനോടുള്ള സമീപനം എത്ര സുന്ദരമായിരിക്കും! എന്തിനാണ് നമസ്കരിക്കുന്നത്? എന്തിനാണ് കർമ്മങ്ങൾ ചെയ്യുന്നത്? എന്തിനാണ് രാത്രിയിൽ എഴുന്നേറ്റ് നിന്ന് അള്ളാഹുവിൻ്റെ മുന്നിൽ സുജൂദ് ചെയ്ത് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നത്? പാപങ്ങൾ പുറത്തു കിട്ടാൻ വേണ്ടിയിട്ടല്ലേ? എന്നാൽ അതേ പാപങ്ങൾ അള്ളാഹു പുറത്തു തരികയാണ് നമ്മൾ ദിനേന ചെയ്തുകൊണ്ടിരിക്കുന്ന വുളൂഇലൂടെ. വൻ പാപങ്ങളല്ലാത്ത, അള്ളാഹുവിൽ പങ്കുചേർക്കലല്ലാത്ത ചെറിയ പാപങ്ങൾ മനുഷ്യൻ്റേത് അള്ളാഹു അവൻ്റെ വുളൂഇലൂടെ ഇങ്ങനെ പുറത്തു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ്. ഇനി തല തടകുമ്പോൾ, കാല് കഴുകുമ്പോൾ, കൈ കഴുകുമ്പോൾ, മുഖം കഴുകുമ്പോൾ നമ്മൾക്കുണ്ടാവേണ്ട ആ സമയങ്ങളിലൊക്കെ പലപ്പോഴും നമ്മൾ പലരുമായി വർത്തമാനത്തിലുമൊക്കെയാണ്. പക്ഷെ നമ്മുടെ മനസ്സിൽ ഉണ്ടാകേണ്ടുന്ന ആഗ്രഹവും പ്രാർത്ഥനയും ചിന്തയും എന്തായിരുന്നു? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഈ വർത്തമാനമായിരുന്നു. ഈ ഒരു ചിന്തയോട് കൂടിയാണ് നമ്മൾ വുളൂഇനെ സമീപിച്ചിരുന്നത് എങ്കിലോ എത്ര സുന്ദരമായിരിക്കും നമ്മുടെ വുളൂ! ഈ കാണിച്ച ഹറിബറിയോ തിരക്കോ അലസതയോ ഒന്നും വുളൂഇനോട് നമുക്കുണ്ടാവില്ല. അതുകൊണ്ട് ഇബാദത്തുകളോടുള്ള നമ്മുടെ സമീപനങ്ങൾ മാറണം. വുളൂ എന്ന് പറയുന്ന ഇബാദത്തിനോടുള്ള നമ്മുടെ സമീപനം മാറണം. ആ സമീപനം മാറണമെങ്കിൽ അതിന് അള്ളാഹു കൽപ്പിച്ചിട്ടുള്ള, അള്ളാഹുവിൻ്റെ പ്രവാചകൻ പഠിപ്പിച്ച പ്രതിഫലവും മഹത്വവും എത്രയാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് ഇത് നമ്മുടെ ഓർമ്മയിൽ വേണം. ഓരോ വുളൂഇൻ്റെ സമയത്തും പടച്ച റബ്ബേ, വുളൂഇലേക്ക് അങ്ങോട്ട് ചെന്ന് നിൽക്കുമ്പോൾ മനസ്സിൽ ഉണ്ടാകേണ്ടുന്ന ഓർമ്മ ഇതാവണം. ഇവിടെ എൻ്റെ പാപങ്ങൾ കഴുകിക്കളയപ്പെടുകയാണ് എന്ന ബോധ്യത്തോടു കൂടി വുളൂഇനെ സമീപിക്കാൻ നമുക്ക് കഴിയണം. അതിനോടുള്ള സമീപനം മാറും. അതിനോടുള്ള നമ്മുടെ ഇഷ്ടവും താല്പര്യവും ഏറെ വർദ്ധിക്കുകയും ചെയ്യും. ആ രൂപത്തിൽ വുളൂഇനെ സമീപിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. മാത്രമല്ല, ഇത് ദുനിയാവിൽ നമുക്ക് ലഭിക്കുന്ന പ്രതിഫലമാണ്. പരലോകത്ത് ലഭിക്കുന്ന പ്രതിഫലത്തെക്കുറിച്ച് നുഐമുൽ മുജ്മിർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഞാനും അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവും കൂടി പള്ളിയിലേക്ക് പ്രവേശിച്ച് വുളൂ ചെയ്ത് കഴിഞ്ഞ സമയത്ത്
അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു എന്നോട് ഇങ്ങനെ പറഞ്ഞു, സമീഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്, ഇന്ന ഉമ്മത്തി യുദ്ഔന യൗമൽ ഖിയാമത്തി ഗുർറൻ മുഹജ്ജലീൻ, എൻ്റെ ഉമ്മത്ത് നാളെ പരലോകത്ത് വിളിക്കപ്പെടുന്ന സമയത്ത്, അവർ ആ പരലോകത്ത് അണിനിരത്തപ്പെടുന്ന സമയത്ത് അവരുടെ മുഖങ്ങളും കൈകാലുകളും അങ്ങനെ വുളൂഇന്റെ ഭാഗങ്ങൾ ഏതൊക്കെയുണ്ടോ അതെല്ലാം പ്രകാശിക്കുന്ന രൂപത്തിലായിരിക്കും എൻ്റെ ഉമ്മത്ത് നാളെ പരലോകത്ത് ഹാജരാക്കപ്പെടുക. മിൻ ആസാരിൽ വുളൂഇന്റെ അടയാളം കൊണ്ട് അവരുടെ മുഖങ്ങൾ ഇങ്ങനെ പ്രശോഭിക്കുന്ന രൂപത്തിലായിരിക്കും പരലോകത്ത് അവരെ അള്ളാഹു ഒരുമിച്ച് കൂട്ടപ്പെടുക. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ കൂടി പറഞ്ഞു, ഫമനിസ്തതാഅ മിൻകും അൻ യുതീല ഗുർറതഹു ഫല്യഫ്അൽ, ആർക്കെങ്കിലും അവൻ്റെ പ്രകാശത്തെ നീട്ടാൻ സാധിക്കുന്നുവെങ്കിൽ, അഥവാ കൃത്യമായി കുറച്ചുകൂടിയൊക്കെ ഒന്ന് നന്നായി കയറ്റി കഴുകാൻ നിങ്ങൾക്ക് കഴിയുന്നുവെങ്കിൽ അവൻ അവൻ്റെ പ്രകാശത്തെ നീട്ടിക്കൊള്ളട്ടെ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് പറയുമ്പോൾ ഇതിൻ്റെ മഹത്വം നമ്മൾ തിരിച്ചറിയണം. മറ്റൊരു ഉമ്മത്തിനുമില്ലാത്ത ഒരു പ്രത്യേകത പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിന് മാത്രമായി നാളെ പരലോകത്ത് ലഭിക്കുമ്പോൾ അതിന് കാരണം എന്ത് എന്ന് നമ്മൾ അന്വേഷിക്കുമ്പോൾ എന്താ മനസ്സിലാവുന്നത്? നമ്മൾ ഓരോ ദിവസവും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഇബാദത്ത് തന്നെയാണ്, പക്ഷേ അതിൻ്റെ മഹത്വം എന്താണ് എന്ന്, പ്രതിഫലം എന്താണ് എന്ന് തിരിച്ചറിയാതെ പോയി. അതുകൊണ്ട് സഹോദരന്മാരെ, ഇത് തിരിച്ചറിയുകയും ഇതിനോട് ഈ രൂപത്തിലുള്ള ഒരു സമീപനം ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഇത് പറയുമ്പോൾ ഒരു അപകടം കൂടിയുണ്ട്. കാരണം എന്താണെന്നറിയോ? ഇനി വുളൂഇന്റെ ആ സ്വഭാവം അങ്ങ് മാറി വെള്ളം ഒരുപാട് ഉപയോഗിക്കുന്ന, അത് ദുർവ്യയം ചെയ്യുന്ന ഒരു അവസ്ഥയും ഉണ്ടാകും. ഇസ്ലാം ഇത് പറയുമ്പോൾ തന്നെ, ഇതിൻ്റെ പ്രത്യേകതകൾ പറയുമ്പോൾ, വുളൂഇന്റെ അവയവങ്ങളിൽ ഒരു ഭാഗവും നനയാതെ ഉണ്ടാകരുത് എന്ന് പറയുമ്പോൾ തന്നെ അത് ചെയ്യുന്നിടത്ത് കാണിക്കേണ്ടുന്ന മിതത്വത്തെക്കുറിച്ചും കൂടി പറഞ്ഞു. സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ കൂടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ നടന്നു പോകുന്ന ഒരു സന്ദർഭം ഹദീസിൽ ഇങ്ങനെ വിശദീകരിക്കുന്നുണ്ട്. അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം മർറ ബിസഅദിൻ വഹുവ യതവല്ല, സഅദ് റളിയല്ലാഹു അൻഹു വുളൂ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പ്രവാചകൻ സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ കൂടി നടന്നുപോയി. ഫഖാൽ, അപ്പോൾ പ്രവാചകൻ ചോദിച്ചു, മാ ഹാദ സർഫ് യാ സഅദ്, എന്തേ സർഫെ ഇങ്ങനെ, എന്തേ സഅദ് ഇങ്ങനെ ഇസ്രാഫ് കാണിക്കുന്നത്, അമിതവ്യയം കാണിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ സഅദ് റളിയല്ലാഹു അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നുണ്ട്, അഫിൽ വുളൂ ഇസ്റഫുൻ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലെ വുളൂ ചെയ്യുന്ന സമയത്തും അമിതവ്യയമുണ്ടോ? ഞാൻ കുറച്ച് വെള്ളം കൂടുതൽ ഉപയോഗിച്ചാൽ എന്താ, വുളൂ അല്ലേ ചെയ്യണേ? ഒരു ഇബാദത്തിലേക്ക് പോകുന്ന അതിൻ്റെ തുടക്കമായ ഒരു ഇബാദത്തല്ലേ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്പം വെള്ളം കൂടുതൽ ഉപയോഗിച്ചാൽ എന്തേ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, നാം, അതെ, വ ഇൻ കുൻത അലാ നഹ്രിൻ ജാരിൻ, അവിടെ ഒരു അദബ് പഠിപ്പിക്കുകയാണ് വിശ്വാസികളെ. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സന്ദർഭോചിതമായി ഒരു അദബ് ജീവിതത്തിൽ പാലിക്കാൻ പഠിപ്പിക്കാൻ, നിങ്ങൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന പുഴയിൽ നിന്നാണ് വുളൂ ചെയ്യുന്നത് എങ്കിലും ശരി, ആവശ്യമുള്ളതേ എടുക്കാൻ പാടുള്ളൂ. എത്ര കൃത്യമാണല്ലേ? ഒഴുകുന്ന പുഴയിൽ ഇറങ്ങി നിന്ന് താൻ ഉപയോഗിക്കുന്ന വെള്ളം അത്രയും ആ പുഴയിലേക്ക് തന്നെ തിരിച്ചു വീണ് അത് മറ്റൊരാൾക്ക് ഉപയോഗിക്കാൻ പാകത്തിന് ഒഴുകിക്കൊണ്ടിരിക്കുമ്പോഴും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്, എങ്കിലും നിനക്ക് അമിതവ്യയത്തിൻ്റെ ഒരു മനസ്സുണ്ടാവാൻ പാടില്ല, നിനക്ക് ആവശ്യമുള്ളതേ എടുക്കാൻ പാടുള്ളൂ. സമ്പത്തിൻ്റെ കാര്യത്തിലും അത് ചെലവഴിക്കുന്ന കാര്യത്തിലും എനിക്ക് ഒരുപാടുണ്ട്, അതുകൊണ്ട് ഞാൻ അതിനനുസരിച്ച് അമിതവ്യയം കാണിക്കാം എന്ന് വിചാരിച്ചാൽ പാടില്ല എന്ന അദബിൻ്റെ മര്യാദയുടെ, ഇസ്ലാമിക മര്യാദയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നതായി നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് വുളൂഇനോടുള്ള നമ്മുടെ സമീപനം മാറുകയും അതിൻ്റെ മഹത്വം അറിഞ്ഞ് അതിൻ്റെ പ്രതിഫലം അറിഞ്ഞ് അതിനെ സമീപിക്കാൻ നമുക്ക് സാധിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഇനി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങനെയാണ് വുളൂ ചെയ്തത്? അതിൻ്റെ രൂപം വളരെ ചുരുക്കി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒന്നുകൂടി ഒന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടി മാത്രം പറയുന്നത്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വുളൂ തൻ്റെ അനുചരന്മാർക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു ഹദീസ് നമുക്ക് കാണാൻ കഴിയും. അന്ന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ദആ ബി വളൂഇൻ, ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഒരിക്കൽ അല്പം വളൂ കൊണ്ടുവരാൻ പറഞ്ഞു. വുളൂ ചെയ്യുന്നതിനുള്ള വെള്ളത്തിന് പറയുന്ന പേരാണ് വളൂ എന്നുള്ളത്. വുളൂ ചെയ്യാനുള്ള വെള്ളം കൊണ്ടുവരികയും ഫതവല്ല,
എന്നിട്ട് അദ്ദേഹം വുളൂ ചെയ്ത് കാണിക്കുകയും ചെയ്തു. ആ ഹദീസ് ഇങ്ങനെ കൃത്യമായി അതിൻ്റെ രൂപം പറയുന്നുണ്ട്. ഫഅസല കഫൈഹി സലാസ മറാത്തിൻ, അദ്ദേഹത്തിൻ്റെ കഫ് 3 തവണ കഴുകി. കഫ് എന്ന് പറഞ്ഞാൽ ഈ മുൻകൈയാണ്. ഈ മുൻകൈ അദ്ദേഹം 3 തവണ കഴുകി. സുമ്മ മളുമള വസ്തൻസറ, പിന്നീട് വായിൽ വെള്ളം കയറ്റി കുപ്ലിക്കുകയും മൂക്ക് ചീറ്റുകയും ചെയ്തു. ഇവിടെ കൈ കഴുകിയ സമയത്ത് 3 തവണ എന്ന് പറഞ്ഞു, കൃത്യമായി പറഞ്ഞു 3 തവണ കൈ കഴുകി. എന്നാൽ വെള്ളം കയറ്റി ചീറ്റുന്ന സമയത്ത് എണ്ണം പറഞ്ഞില്ല. ഈ ഹദീസിൽ എണ്ണം പറഞ്ഞിട്ടില്ല. എന്നാൽ മറ്റൊരു ഹദീസിൽ കാണാം ഫമളുമള വസ്തൻശക മിൻ കഫിൻ വാഹിദത്തിൻ യഫ്അലു ദാലിക സലാസൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു കൈയിൽ നിന്ന് വെള്ളം എടുക്കുകയും ആ ഒരു കൈയിലെ വെള്ളം കൊണ്ട് തന്നെ 3 തവണ വായിൽ വെള്ളം കുപ്ലിക്കുകയും മൂക്ക് ചീറ്റുകയും ചെയ്തു എന്ന് മറ്റൊരു ഹദീസിൽ കാണാം. അപ്പോൾ 3 തവണയാണ് അതും ചെയ്യേണ്ടത്. പിന്നീട് സുമ്മ ഗസല വജ്ഹഹു സലാസ മറാത്തിൻ, പിന്നീട് അദ്ദേഹം മുഖം 3 തവണ കഴുകി. സുമ്മ ഗസല യദഹു അൽ യുംന ഇലൽ മിർഫഖി സലാസ മറാത്തിൻ, മുഖം എവിടെ മുതലാണ് കഴുകേണ്ടത്? മുഖത്തിൻ്റെ പരിധി എവിടെയാണ്? നമ്മുടെ മുടി തുടങ്ങുന്ന ഈ ഭാഗം മുതൽ താടി വരെയും 2 ചെവിയുടെ കുറ്റിയിലും ഇടയിലുള്ള ഭാഗമാണ് മുഖത്തിൻ്റെതായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കഴുകാൻ പഠിപ്പിച്ചത്. അത്രയുമാണ് നിർബന്ധമായും കഴുകേണ്ടുന്നത്. അത്രയും നിർബന്ധമായും കഴുകിയിരിക്കണം, എങ്കിലേ നമ്മുടെ വുളു ശരിയാകുള്ളൂ. പിന്നെ നമുക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതുപോലെ അല്പം നീട്ടി കഴുകുന്നതിന് കുഴപ്പമില്ല. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുമ്മ ഗസല യദഹുൽ യുംന ഇലൽ മിർഫഖി സലാസ മറാത്തിൻ, പിന്നീട് വലത് കൈ മുട്ടുവരെ. അപ്പോൾ മുട്ടുവരെ എന്ന് പറയുമ്പോൾ മുട്ടുകൂടി ഉൾപ്പെടുത്തി മുട്ടുകൂടി കഴുകിക്കൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വലത് കൈ കഴുകിയിട്ടുള്ളത്, അതും 3 തവണ. സുമ്മ ഗസല യദഹു അൽ യുസ്റ മിസ്ല ദാലിക്, പിന്നീട് ഇടത് കൈ 3 തവണ അതുപോലെ തന്നെ കഴുകുകയും ചെയ്തു. സുമ്മ മസഹ റഅസഹു, പിന്നീട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തല തടവി. അത്രേ പറഞ്ഞുള്ളൂ, എണ്ണം പറഞ്ഞില്ല. അപ്പോൾ വിചാരിക്കും വേറെ ഏതെങ്കിലും ഹദീസിൽ പറഞ്ഞിട്ടുണ്ടെന്ന്. വേറെ ഒരു ഹദീസിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 3 തവണ തല തടവി എന്ന് പറയുന്ന ഒരു ഹദീസ് നമുക്ക് കാണാൻ കഴിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 1 തവണയാണ് തല തടവിയതായി ഹദീസുകളിൽ നിന്ന്, സ്വീകാര്യയോഗ്യമായ ഹദീസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി തല തടവലിൻ്റെ രൂപത്തിൽ തന്നെ ചില പ്രശ്നങ്ങളുണ്ട്. തലയുടെ മുൻഭാഗം മാത്രമാണോ തടകുന്നത്? അല്ല, അത് കൃത്യമായി വിശദീകരിക്കപ്പെടുന്നുണ്ട്. യബ്ദഉ മിൻ മഖ്ദമി റഅസിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകൻ്റെ തലയുടെ മുൻഭാഗത്ത് നിന്ന് തുടങ്ങുകയും പിരടി വരേക്കും കൊണ്ടുപോവുകയും അത് പിന്നീട് തിരിച്ചും കൊണ്ടുവരികയും ചെയ്യുന്നതായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തല തടവലിൻ്റെ രീതി എന്നുള്ളതാണ്. പലരും പല കാരണങ്ങളാലും തല മുൻഭാഗം മാത്രം തടകുന്നതോ അതുമല്ല എങ്കിൽ കൈകൊണ്ടിങ്ങനെ ജസ്റ്റ് കാണിക്കുന്നതോ അല്ല, നേരെ മറിച്ച് നമ്മുടെ തള്ളവിരലുകൾ ചെവിയിൽ വെച്ച് ഇത് മുഴുവനായും പുറകിലേക്ക് തടകി തിരിച്ച് വീണ്ടും മുന്നിലേക്ക് കൊണ്ടുവരുന്ന രൂപത്തിലാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തല തടവിയിരുന്നത്. അതും 1 തവണയാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. പണ്ഡിതന്മാർ ആ രൂപത്തിൽ അതിനെ വിശദീകരിച്ചതായി കാണാൻ കഴിയും. സുമ്മ ഗസല റിജ്ലഹു അൽ യുംന, പിന്നീട് ഉസ്മാൻ റളിയല്ലാഹു അൻഹു തൻ്റെ വലത്തെ കാല് കഴുകി. ഇലൽ കഅബൈൻ, നെരിയാണി വരേക്കുമാണ് കഴുകിയത്. സലാസ മറാത്തിൻ, അവിടെയും പറഞ്ഞപ്പോൾ എണ്ണം കൃത്യമായി സ്വഹാബികൾ പറഞ്ഞു. 3 തവണ കാലു കഴുകി. സുമ്മ ഗസലഹു അൽ യുസ്റ മിസ്ല ദാലിക, അതുപോലെ തന്നെ ഇടത്തെ കാലും കഴുകി. സുമ്മ ഖാല, എന്നിട്ട് ഇത്രയും ചെയ്തതിന് ശേഷം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന സ്വഹാബിമാരെ നോക്കി ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഇതുകൂടി പറഞ്ഞു, റഅയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തവല്ലഅ ലഹു വവുളൂഇ ഹാദാ, നബി വുളൂ ചെയ്യുന്നത് ഞാൻ ഇങ്ങനെയാണ് കണ്ടത്. നിങ്ങളിപ്പോൾ ഞാൻ വുളൂ ചെയ്ത് കണ്ടില്ലേ, ഈ രൂപത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വുളൂ ചെയ്യുന്നത് ഞാൻ കണ്ടത് എന്ന് കൃത്യമായി അവരെ പറഞ്ഞ് പഠിപ്പിക്കുകയും ചെയ്തു എന്ന് ഹദീസിൻ്റെ അവസാനത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും. അപ്പോൾ വുളൂ ചെയ്യുന്നതിൻ്റെ രൂപം ഇതാണ്. ഇനി നമുക്കുണ്ടായേക്കാവുന്ന ചില സംശയങ്ങളുണ്ട്. എത്ര തവണയാണ് ഇതെല്ലാം ചെയ്യേണ്ടത്? 1 തവണ ചെയ്താൽ മതിയോ? 2 തവണ ചെയ്യാമോ? ഇങ്ങനൊരു സംശയം ഉണ്ടാവും.
നമ്മൾ ഇമാം ബുഖാരിയുടെ അൽ ജാമിഅ സൊഹീഹുൽ ബുഖാരി എന്ന് പറയുന്ന ആ ഗ്രന്ഥത്തിൽ പരിശോധിച്ചാൽ തന്നെ അതിലെ 157, 158, 159 ഹദീസുകളൊന്ന് വായിച്ചു നോക്കേണ്ടതാണ്. സമയദൈർഘ്യം ഭയന്ന് ഹദീസ് വായിക്കാത്തതാണ്. ആ ഹദീസുകളിൽ കൃത്യമായി പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ ഒരു തവണ എല്ലാ അവയവങ്ങളും കഴുകിക്കൊണ്ട് വുളു ചെയ്തു. പിന്നീട് പ്രവാചകൻ 2 തവണ എല്ലാ അവയവങ്ങളും കഴുകിക്കൊണ്ട് തലതടവൽ ഒരു തവണ മാത്രമാക്കി ബാക്കിയെല്ലാം 2 തവണ കഴുകിക്കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വുളു ചെയ്തു. പിന്നീട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ 3 തവണ 3-ൽ അധികം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവയവങ്ങൾ കഴുകി വുളു ചെയ്തതായി ഹദീസുകളിലില്ല. അതുകൊണ്ട് ഏറ്റവും അവസാനത്തത് 3 തവണ വരെ കഴുകാം. ഇത് പറയാനുള്ള കാരണം, പലപ്പോഴും പല ആളുകളും കൈയൊക്കെ 3 തവണ കഴുകിയിട്ടുണ്ടാവും, മുഖം 3 തവണ കഴുകി, കൈ കഴുകി വന്നപ്പോൾ 2ആണോ 3ആണോ എന്ന് സംശയം. എന്നാൽ പിന്നെ വേണ്ട, ആദ്യം മുതൽ ഒന്നും കൂടി എടുത്തേക്കാമെന്ന് വിചാരിച്ചിട്ട് പിന്നെയും തുടങ്ങും. അപ്പോൾ അതുവരെ ഉപയോഗിച്ച വെള്ളം ഇസ്രാഫാണ്. അങ്ങനെ ചെയ്യേണ്ടതില്ല. നിങ്ങളുടെ വുളു ചെയ്യുന്ന സമയത്ത് നിങ്ങൾ 2 തവണ ആയി എന്ന് വിചാരിച്ച് നിങ്ങളുടെ വുളുവിൻ്റെ സിഹത്തിന് യാതൊരു വിധത്തിലുള്ള കോട്ടവും സംഭവിക്കില്ല. 1 തവണ ആയിപ്പോയാലും അതിന് യാതൊരു വിധത്തിലുള്ള കോട്ടവും സംഭവിക്കില്ല. ചെയ്യുമ്പോൾ അതിലെ ഏറ്റവും സുന്ദരമായ, ഏറ്റവും ഭംഗിയായ രൂപം എന്ന് പറയുന്നത് ഈ രൂപത്തിൽ തല ഒഴികെയുള്ള ഭാഗങ്ങൾ 3 തവണ കഴുകുക എന്നുള്ളതാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. അതോടൊപ്പം തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഒരു കാര്യം, ലൗലാ അശുഖ അല ഉമ്മത്തി ല അമർത്തുഹും ബിസിവാഖി ഇൻദ കുല്ലി സ്വലാത്തിൻ ഇൻദ കുല്ലി വുളൂഇൻ എന്ന് മറ്റൊരു ഹദീസിലും കാണാം. എൻ്റെ ഉമ്മത്തിനൊരു പ്രയാസമായി തോന്നുകയില്ലായിരുന്നുവെങ്കിൽ എല്ലാ വുളൂഇൻ്റെയും കൂടെ മിസ്വാക്ക് ചെയ്യാൻ, ദന്തശുദ്ധീകരണം വരുത്താൻ ഞാൻ കൽപ്പിക്കുമായിരുന്നു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അതൊരു സുന്നത്താണ്. നമുക്ക് സാധിക്കുമെങ്കിൽ, നമുക്കതൊരു പ്രയാസമാവില്ല എങ്കിൽ വുളു ചെയ്യുന്നതിന് മുൻപ് മിസ്വാക്ക് ചെയ്തതിന് ശേഷം വേണം വുളു ചെയ്യാൻ. എന്നാൽ വുളു ചെയ്യുന്ന സമയത്ത് കഴുകേണ്ട ഭാഗങ്ങളിൽ ഏതെങ്കിലും ഒന്ന് വെള്ളം നനഞ്ഞിട്ടില്ല എങ്കിലോ അത് കുഴപ്പമില്ല. നമ്മൾ അങ്ങനെയാണ്. കാരണം വുളുവിനോട് തന്നെ നമ്മൾ പരമാവധി അലസതയിലും ലാഘവ ബുദ്ധിയിലുമാണ് കാണുന്നത്. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എത്ര ഗൗരവത്തോടു കൂടിയാണ് ആ വിഷയത്തെ കണ്ടത് എന്നറിയോ? അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, റആ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖൗമൻ യതവല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു കൂട്ടം ആളുകൾ, ഒരു ജനവിഭാഗം വുളു ചെയ്തുകൊണ്ടിരിക്കുന്നത് കണ്ടു. ഫറആ അൽഖാബഹും തലൂഹ്, അവരുടെ കണങ്കാലുകൾ ഇങ്ങനെ തിളങ്ങുന്നതായി നബി കണ്ടു. അവർ വുളു ചെയ്തു, വുളു പൂർത്തിയായി കഴിഞ്ഞിട്ടും അവരുടെ കണങ്കാലുകൾ ഇങ്ങനെ തിളങ്ങുന്നുണ്ട്. കാരണം അവിടെ വെള്ളം പിടിച്ചിട്ടില്ല, വെള്ളം തട്ടിയിട്ടില്ല, ആ ഭാഗം കഴുകപ്പെട്ടിട്ടില്ല. ഫഖാൽ, അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, വൈലുൻ ലിൽ അഖാബി മിനന്നാർ അസ്ബിഹു അൽ വുളു. വൈലുൻ ലിൽ അഖാബി മിനന്നാർ, നെരിയാണിയുടെ കാര്യം ശ്രദ്ധിക്കാത്ത ആളുകൾക്ക് നാശം. അതുകൊണ്ട് അസ്ബിഹു അൽ വുളു, നിങ്ങൾ വുളു കൊണ്ട് നനയേണ്ട അവയവങ്ങൾ ഏതൊക്കെയാണോ അതെല്ലാം പരിപൂർണമായി നനക്കുന്ന കാര്യത്തിൽ ശ്രദ്ധിക്കുക എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റൊരു ഹദീസിൽ കാണാം, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അന്ന റജുലൻ തവല്ലഅ ഫതറക മൗളിഅ ളുഫ്രിൻ അലാ ഖദമിഹി. ഒരാൾ വുളു ചെയ്തു, അയാളുടെ കാലിൽ ഒരു ഭാഗം, കദമിൻ്റെ കാൽപാദത്തിൻ്റെ ഒരു നഖത്തിൻ്റെ ഭാഗം, അല്ലെങ്കിൽ നഖത്തിൻ്റെ ഒരു വട്ടത്തിനുള്ള ഭാഗത്ത് മാത്രം വെള്ളം കൊണ്ടിട്ടില്ല, വെള്ളം പിടിച്ചിട്ടില്ല, അവിടെ നനഞ്ഞിട്ടില്ല. ഫഅബ്സറഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശ്രദ്ധയിൽ അത് പെട്ടു. അയാൾ വുളു ചെയ്തിട്ടുണ്ട്, ഒരു നഖത്തിൻ്റെ എത്ര വലുപ്പമുണ്ടാവും, ഈ കണ്ട ശരീരത്തിൽ ആ നഖത്തിൻ്റെ ഒരു ഭാഗം മാത്രമേ ഇനി നനയാത്തതുള്ളൂ വുളുഇൽ. ഫഖാൽ, ഇത് കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ഇർജി ഫഅഹ്സിൻ വുളുഅക്, മടക്കണം, നീ മടങ്ങിയിട്ട് നിന്റെ വുളു ഒന്നുകൂടി ശരിയാക്കണം, കാരണം നിന്റെ വുളു ശരിയായിട്ടില്ല. ഫറജഅ സുമ്മ സല്ല, അദ്ദേഹം തിരിച്ചു പോവുകയും വുളു മടക്കുകയും വുളു എടുക്കുകയും പിന്നീട് വന്ന് നമസ്കരിക്കുകയും ചെയ്തു എന്ന് ഹദീസിൽ കാണാം. അപ്പോൾ ഏറെ ഗൗരവത്തോടു കൂടിയാണ് വുളുവിൻ്റെ അവയവങ്ങൾ കഴുകുന്നതിൻ്റെ കാര്യം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നത്. ഇങ്ങനെ പരിപൂർണമായി നാം മനസ്സിലാക്കിയ രൂപത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വുളു ചെയ്ത രൂപത്തിൽ വുളു ചെയ്തതിന് ശേഷം നമ്മൾ നടത്തുന്ന ഒരു പ്രാർത്ഥനയുണ്ട്.
ഈ പ്രാർത്ഥനയും നമുക്ക് മനഃപ്പാടമുള്ള കാര്യമാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തന്നെ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, മാ മിൻകും മിൻ അഹദിൻ യതവല്ല ഫയുഹ്സിനു വുളൂഅ. ഒരു മനുഷ്യൻ വുളൂ ചെയ്യുകയും അവൻ്റെ വുളൂഇനെ അവൻ ഏറ്റവും നന്നാക്കി തീർക്കുകയും സുമ്മ യഖൂൽ, പിന്നീട് അവൻ പറയുകയും ചെയ്താൽ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹ് വ അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു അല്ലാഹുമ്മ ജഅൽനി മിനത് തവ്വാബീന വജഅൽനി മിനൽ മുത്തതഹിരീൻ. ഈ പ്രാർത്ഥന നമുക്കറിയുന്നതാണ്, നമ്മൾ സ്ഥിരം ചൊല്ലാറുള്ള പ്രാർത്ഥനയാണ് അല്ലേ? ഇത് മനഃപ്പാഠം അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? ആരും ഉണ്ടാവാൻ സാധ്യതയില്ല. ഇനി ഉണ്ടെങ്കിൽ അത് നിർബന്ധമായും പഠിക്കണം. ഒരു മനുഷ്യൻ വുളൂ ചെയ്ത് നന്നായി വുളൂ ചെയ്തതിന് ശേഷം അവൻ ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ഇല്ലാ ഫുതിഹത് ലഹു അബ്വാബൽ ജന്നത്തി സമാനിയ, അവൻ്റെ മുന്നിൽ സ്വർഗത്തിൻ്റെ 8 കവാടങ്ങളും തുറക്കപ്പെടാതെ ഇല്ല എന്നാണ്. എന്ന് പറഞ്ഞാൽ അവൻ്റെ മുന്നിൽ സ്വർഗത്തിൻ്റെ 8 കവാടങ്ങളും തുറക്കപ്പെടും. യദ്ഖുലു മിൻ അയ്യിഹ, അവന് അതിൽ ഏതിലൂടെ വേണമെങ്കിലും പ്രവേശിക്കാൻ കഴിയുന്ന രൂപത്തിൽ അവൻ്റെ മുന്നിൽ സ്വർഗത്തിൻ്റെ 8 കവാടങ്ങളും തുറന്നു കൊടുക്കപ്പെടും എന്നാണ്. നമ്മളിപ്പോൾ ചെയ്തിട്ട് ഇങ്ങോട്ട് കയറിയിട്ടുള്ളൂ, നമ്മൾ അറിഞ്ഞു ഇതിന് ഇത്ര കൂലിയുണ്ട് എന്ന്. അങ്ങനെയാണെങ്കിൽ ആ പ്രാർത്ഥന അവിടുന്ന് എത്ര ഗംഭീരമായിട്ട് പ്രാർത്ഥിച്ചാൽ നമ്മൾ അകത്തേക്ക് കയറല്ലേ? പലരും പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ മറന്നവരാണ്, അല്ലെങ്കിൽ ഈ പ്രാർത്ഥന ഇനിയും പഠിച്ചിട്ടില്ലാത്തവരാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മൾ ഇസ്ലാമിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിൻ്റെ ആരാധനാ കർമ്മങ്ങളിൽ പറഞ്ഞിട്ടുള്ള പ്രാർത്ഥനകളും അതിൻ്റെ മഹത്വങ്ങളും നമ്മൾ തിരിച്ചറിയുകയും അത് നമ്മുടെ ജീവിതത്തിൻ്റെ പതിവാക്കുകയും ചെയ്യണം. അപ്പോൾ നമസ്കാരം സ്വീകാര്യമാകാനുള്ള ഒരു ഷർത്താണ് വുളു എന്ന് പറയുന്നത്. എന്നാൽ ആ വുളുഇന് ഇസ്ലാം നൽകുന്ന പ്രാധാന്യവും ആ വുളു ചെയ്യുന്ന ആളുകൾക്ക് അള്ളാഹു നൽകുന്ന പ്രതിഫലവും അതിൻ്റെ മഹത്വവും നമ്മൾ തിരിച്ചറിഞ്ഞ് അതിനെ സമീപിക്കാൻ സാധിക്കണം. റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കണമേ എന്ന് ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. വുളുഇനെ കുറിച്ച് പറയുമ്പോൾ തയമ്മുമും കൂടി പറയുമ്പോഴാണ് വിഷയം അതിൻ്റെ പൂർണ്ണതയിലെത്തുന്നത്. പക്ഷേ സമയം അനുവദിക്കാത്തത് കൊണ്ട് ഇൻഷാ അല്ലാഹ് മറ്റൊരു അവസരത്തിൽ അത് പറയാം എന്നുദ്ദേശിക്കുകയാണ്. എന്നാൽ ഒപ്പം ചേർത്ത് മനസ്സിലാക്കേണ്ടുന്നൊരു കാര്യം, നമ്മുടെ കൂട്ടത്തിലുള്ള അധികം ആളുകളും ഷൂവും സോക്സുമൊക്കെ ധരിച്ച് നടക്കുന്ന ആളുകളാണ്. ഭൂരിഭാഗം ആളുകളും എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അങ്ങനെയുള്ള ആളുകൾക്ക് ചിലപ്പോഴെങ്കിലും ഉണ്ടായേക്കാവുന്ന ഒരു പ്രശ്നമോ ഒരു സംശയമോ, നമ്മൾ വുളു ചെയ്തു കഴിഞ്ഞു, പിന്നെ മുഖം കഴുകി, കൈ കഴുകി, തല തടവി, ഇനി കാല് കഴുകണം എന്നുണ്ടെങ്കിൽ ഈ സോക്സ് അഴിച്ചിട്ട് വേണം. ഇതൊരു വലിയ പ്രയാസമായി പലപ്പോഴും പല ആളുകൾക്കും തോന്നാറുള്ളതാണ്. എന്നാൽ എന്താണ് ഇസ്ലാം ആ കാര്യത്തിൽ പറയുന്ന നിയമം? എന്തെങ്കിലും അതുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ടോ എന്ന് നമ്മൾ തിരിച്ചറിയണം. മസ്ഹു അലൽ ഖുഫൈൻ, ഖുഫയിൽ തടവുക എന്ന് പറയുന്ന ഒരു അധ്യായം തന്നെ നമുക്ക് ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് മുഈറത്ത് ഇബ്നു ശുഅബ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, കുൻതു മഅൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ സഫരിൻ. മുഈറത്ത് ഇബ്നു ശുഅബ റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഒരു യാത്രയിലായിരുന്നു. ഫഅഹ്വൈതു ലി അൻസിഅ ഖുഫൈഹി. അങ്ങനെ ആ യാത്രയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വുളൂ ചെയ്യുന്ന സമയത്ത്, വുളൂ ചെയ്ത് പ്രവാചകൻ കാല് കഴുകാൻ ഉദ്ദേശിക്കുന്ന സമയമായപ്പോഴേക്ക് ഫഅഹ്വൈതു ലി അൻസിഅ ഖുഫൈഹി, ഞാൻ നബിയുടെ ഖുഫ അഴിക്കുന്നതിന് വേണ്ടി, അഥവാ കാലിൽ ധരിച്ചിട്ടുള്ള ആ സോക്സ് എന്താണോ അത് അഴിക്കുന്നതിന് വേണ്ടി ഞാൻ പുറപ്പെട്ട സമയത്ത്, അതിന് ഞാൻ ഒരുങ്ങിയ സമയത്ത്, ഫഖാൽ ദഅഹുമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് രണ്ടും വിട്ടേക്ക്, ആ ഖുഫയെ രണ്ടിനെയും വിട്ടേക്കുക. ഫഇന്നി അദ്ഖൽതുഹുമാ ത്വാഹിറതൈനി, കാരണം ഞാൻ അത് രണ്ടും പ്രവേശിപ്പിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ അത് രണ്ടും ഞാൻ ധരിച്ചിട്ടുള്ളത് ശുദ്ധിയോടുകൂടിയാണ്.
അതുകൊണ്ട് അതിനെ വിട്ടേക്ക്. ഫമസഹ അലൈഹിമ, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിൻ്റെ രണ്ടിൻ്റെയും മുകളിൽ തടവി. ഫഖുൽതു, എന്നിട്ടും എനിക്ക് സംശയം തീരുന്നില്ല. അങ്ങനെ ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, യാ റസൂലല്ലാഹ് നസീത, പ്രവാചകരെ അങ്ങ് മറന്നതാണോ കാല് കഴുകാൻ? എന്നിട്ട് തടവിയതാണോ? അങ്ങനെ ഉണ്ടല്ലോ. സോക്സ് ഊരിക്കൊടുക്കാൻ പോയ സഹാബിനോട് പറഞ്ഞത് അത് വിട്ടേക്ക് എന്ന് പറഞ്ഞിട്ട് നബി തടകിയപ്പോൾ ഒരു സംശയത്തിന് ചോദിച്ചതാണ്, നബിയെ മറന്നിട്ടാണോ തടകിയത്? ഫഖാൽ, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ബൽ അൻത നസീത, ഞാനല്ല, നീയാണ് മറന്നത്. ബിഹാദ അമറനി റബ്ബി, ഇങ്ങനെയാണ് എൻ്റെ റബ്ബ് എന്നോട് കൽപ്പിച്ചത്. എൻ്റെ റബ്ബ് എന്നോട് കൽപ്പിച്ചത് ഇങ്ങനെയാണ്. അപ്പോൾ വുളു ചെയ്യുന്ന ആൾക്ക് അയാൾ ഖുഫ ധരിച്ചിട്ടുണ്ട് എങ്കിൽ, സോക്സ് ധരിച്ചിട്ടുണ്ട് എങ്കിൽ അയാൾക്ക് കാല് കഴുകുന്നതിന് പകരം എന്തു ചെയ്യാം? ഖുഫയുടെ മുകളിൽ തടവാം. പക്ഷേ ഒരൊറ്റ നിബന്ധനയുണ്ട്. അതെന്താണെന്നറിയോ? ഇത് ധരിക്കുന്നത് ശുദ്ധിയോടുകൂടി ആയിരിക്കണം. അയാൾ ഒരു സമ്പൂർണ്ണ വുളു എടുത്തതിന് ശേഷം കാലടക്കം വൃത്തിയായി കഴുകി ഒരു സമ്പൂർണ്ണ വുളു ചെയ്തതിന് ശേഷമായിരിക്കണം ആ സോക്സ് ധരിച്ചത്. അതിനുശേഷം അയാളുടെ വുളു മുറിയുകയാണ് എങ്കിൽ അയാൾ പിന്നീട് വുളു എടുക്കുന്ന സമയത്ത് എന്തു ചെയ്യേണ്ടതില്ല, കാല് കഴുകണം എന്നില്ല, ഖുഫയുടെ മുകളിൽ തടവിയാൽ മതിയാകും. ഇനി മറ്റൊരു സംശയം ഉണ്ടാവുക, ഇത് എത്ര കാലം പറ്റും എന്നാണ്. എത്ര നാളിത് തടകി ഇങ്ങനെ കൊണ്ടു നടക്കാൻ പറ്റും? അതും ഒരു സംശയമാണ്. എന്നാൽ അതിനും കൃത്യമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സഫ്വാൻ ഇബ്നു അസ്സാൽ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, അമറന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങളോട് കൽപ്പിച്ചു, അന്നംസഹ അലൽ ഖുഫൈൻ, ഖുഫയുടെ മുകളിൽ തടകാൻ പ്രവാചകൻ ഞങ്ങളോട് കൽപ്പിച്ചു. ഇദാ നഹ്നു അദ്ഖൽനാഹുമ അലാ തുഹ്രിൻ, ഞങ്ങളത് ധരിച്ചത് വൃത്തിയോടുകൂടിയാണ് എങ്കിൽ, അഥവാ ഞങ്ങൾ വുളു ചെയ്തതിന് ശേഷമാണ് ഖുഫ ധരിച്ചിട്ടുള്ളത് എങ്കിൽ അതിൽ തടവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങളോട് കൽപ്പിച്ചു. സലാസൻ ഇദാ സാഫർന, ഞങ്ങൾ യാത്ര ചെയ്യുകയാണ് എങ്കിൽ 3 ദിവസം. ഇത് ഓർത്തു വെച്ചോണേ, യാത്ര ചെയ്യുകയാണ് എങ്കിൽ 3 ദിവസം തുടർച്ചയായി എന്തു ചെയ്യാം? കാല് കഴുകുന്നതിന് പകരം ഖുഫയിൽ തടവിയാൽ മതി. വയോമൻ വലൈലത്തൻ ഇദാ അഖംന, ഇനി നാട്ടുകാരാണെങ്കിലോ, നാട്ടിൽ ജോലി ചെയ്യുന്ന ആളുകളാണ് എങ്കിൽ അവർക്കൊരു ദിവസം എന്തു ചെയ്യാം? അവർക്ക് ഖുഫയിൽ തടവിക്കൊണ്ട് നമസ്കരിക്കാം. നിബന്ധന എന്തുമാത്രമാണ്? വൃത്തിയോടുകൂടി വുളു ചെയ്തതിന് ശേഷം വേണം അത് ധരിക്കാൻ. അപ്പോഴും ചില സംശയങ്ങൾ ഉണ്ടാകും. ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ ബാത്റൂമിൽ പോയിട്ടുണ്ടെങ്കിലോ, അതിനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, വലാ നഖ്ലഅഹ മിൻ ഗായിത്തിൻ വലാ ബൗലിൻ വലാ നൗമിൻ, നിങ്ങൾ അതും ധരിച്ചുകൊണ്ട് പിന്നെ മലമൂത്ര വിസർജനത്തിന് പോവുകയോ അല്ലെങ്കിൽ നിങ്ങൾ ഉറങ്ങിപ്പോവുകയോ ചെയ്തിട്ടുണ്ട് എങ്കിലും നിങ്ങൾ എന്ത് ചെയ്യേണ്ടതില്ല? അത് അഴിക്കേണ്ടതില്ല, അതിൻ്റെ മുകളിൽ തടവിയാൽ മതിയാകും. കാര്യം മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. എന്നാൽ ഇല്ലാ മിൻ ജനാബത്തിൻ, എന്നാൽ നിങ്ങൾ ജനാബത്തുകാരനായാൽ അത് അഴിച്ചേ മതിയാകും. നിങ്ങൾ ജനാബത്തുകാരനാകുന്ന പക്ഷം നിങ്ങൾ അത് അഴിക്കുകയും പൂർണ്ണമായി വുളു ചെയ്ത് കുളിച്ച് ശുദ്ധിയായതിന് ശേഷം മാത്രമേ അത് ധരിക്കാൻ പാടുള്ളൂ. അല്ലാത്ത സമയങ്ങളിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടതില്ല? യാത്രക്കാരന് 3 ദിവസവും മുഖീമാണ് എങ്കിൽ 1 ദിവസവും നമസ്കരിക്കാവുന്നതാണ്. അങ്ങനെ വുളു ചെയ്യുമ്പോൾ കാല് കഴുകാതെ ഖുഫയിൽ തടകാവുന്നതാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നതായി കാണാൻ സാധിക്കും. ഇനി ഒരു കാര്യം, ഒരു വുളു കൊണ്ട് എത്ര നമസ്കരിക്കാം? ഒരു വുളു കൊണ്ട് എത്ര ഫർള് നമസ്കരിക്കാം? എത്ര വേണമെങ്കിലും നമസ്കരിക്കാം. ആ വുളു മുറിയുന്നത് വരെ നമുക്ക് നമസ്കരിക്കാം. പക്ഷെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അതിൽ ഞാൻ ഉത്തമമായി കാണുന്നത്, നിങ്ങൾക്ക് പ്രയാസമാവില്ല എങ്കിൽ ലൗല അശുക്ക അല ഉമ്മത്തി എന്ന് പറയുന്ന ഹദീസിൽ തന്നെ കാണാം, എൻ്റെ ഉമ്മത്തിന് പ്രയാസമാവില്ലായിരുന്നുവെങ്കിൽ ഓരോ നമസ്കാരത്തിനും ഓരോ വുളു കൊണ്ട് ഞാൻ കൽപ്പിക്കുമായിരുന്നു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നതായി കാണാൻ സാധിക്കും. അപ്പോൾ ഉത്തമം എന്താണ്? ഓരോ വുളുവിനും ഓരോ നമസ്കാരത്തിനും ഓരോ വുളു ചെയ്യുക എന്നുള്ളതാണ്. അതിന് സാധിക്കുമെങ്കിൽ അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടുന്നത്. അതല്ല എങ്കിൽ ആ വുളു മുറിയുന്നത് വരെ എത്ര വേണമെങ്കിലും നമസ്കരിക്കാവുന്നതാണ്. അത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. എവിടെയാണ് തടവേണ്ടത്? അതും ഒരു പ്രശ്നമാണ്. ഇത് മുഴുവൻ തടവേണ്ടതുണ്ടോ? ഇല്ല, അതിൻ്റെ പുറത്ത് മാത്രം തടവിയാൽ മതിയാകും. അലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഈ ദീൻ റഈന്റെ അടിസ്ഥാനത്തിലാണ്, യുക്തിയുടെ അടിസ്ഥാനത്തിലൊക്കെയാണ് എങ്കിൽ
തടകാൻ പറയുക താഴെ ആയിരിക്കും എന്ന്. എന്നാൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ പഠിപ്പിച്ചത് അത് മുകളിൽ തടവാനാണ്. അതുകൊണ്ട് മുകളിൽ എത്ര തവണ തടവണം? ഒരു തവണ തടവിയാൽ മതി. മുഖവുമെല്ലാം കയ്യുമെല്ലാം 3 തവണ കഴുകുമ്പോഴും ഖുഫയിൽ എത്ര തടവിയാൽ മതിയാകും? ഒരു തവണ തടവിയാൽ മതിയാകും എന്നാണ് ഹദീസുകളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. റബ്ബ് സുബ്ഹാനഹു വ തആല നേരായ ഇൽമു കരസ്ഥമാക്കി അതിനനുസരിച്ച് കർമ്മം ചെയ്യാനുള്ള, അതിൻ്റെ മഹത്വം അറിഞ്ഞ് ആ കർമ്മങ്ങളെ സമീപിക്കാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്നും വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായ അറിഞ്ഞും അറിയാതെയുമുള്ള തെറ്റുകുറ്റങ്ങൾ നാഥൻ വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. നമ്മളിൽ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾ, അവരുടെ രോഗങ്ങളെ അള്ളാഹു പരിപൂർണമായ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആരോഗ്യം നൽകി നമ്മളോടൊപ്പം സജീവമാകാൻ അള്ളാഹു ആഫിയത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളിൽ നിന്നും മരണപ്പെട്ടു പോയ ആളുകൾ, അവരുടെ ഖബറുകളെ അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. അവരുടെ പാപങ്ങളെ അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി കൊടുക്കുമാറാവട്ടെ. അവരെയും നമ്മെയും അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിയൽ ഹജാത്ത് റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ اللهم أجرنا وأجر والدينا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا آتنا